നമസ്കാരം. കണിപ്പേർ വാസ്തുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വാസ്തുശാസ്ത്രം എന്ന വിഷയത്തിൽ ഫ്ലാറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ഒരു വലിയൊരു കെട്ടിടത്തിൽ ഒരു ഫ്ലോറിൽ ഒരു 4 ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു 6 ഫ്ലാറ്റ്, അതിൻ്റെ മുകളിൽ മറ്റ് ഫ്ലാറ്റുകൾ, ഇങ്ങനെ ശരിക്ക് മുൻകാലത്തൊക്കെ ഫ്ലാറ്റുകൾ ഒരു സൈഡ് വാൾ മുഴുവൻ കോമൺ വാളായിട്ടാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും ഒരു ഫ്ലാറ്റിൻ്റെ 3 സൈഡിലും ഭിത്തികളില്ലാതെ ജനലുകളോ ബാൽക്കണികളോ കിട്ടുന്ന വിധത്തിലുള്ള രൂപകൽപ്പനകളായി ഡിസൈനുകളായി മാറിയിട്ടുണ്ട്. ഇനി ഫ്ലാറ്റാണ് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ വാസ്തു നോക്കേണ്ടതില്ല, നമുക്ക് അങ്ങനെ വാസ്തു നോക്കി സ്വീകരിക്കാൻ സാധ്യമല്ലല്ലോ എന്നൊക്കെ പ്രായോഗികമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സൈഡിൽ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രത്തിൽ ഫ്ലാറ്റുകൾ, അതായത് ഇങ്ങനെയുള്ള ഒരു ഹൗസ് കോംപ്ലക്സ്, ഒരു കൂട്ടായ്മ, ഗൃഹങ്ങളുടെ ഒരു കൂട്ടായ്മ, അങ്ങനെയുള്ള ഗൃഹങ്ങൾ നമ്മൾ അഗ്രഹാരങ്ങൾ എന്ന് പറയുന്ന പാലക്കാടോ കൽപ്പാത്തി ഗ്രാമം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കർണാടകത്തിൽ ഒക്കെ തന്നെ ക്ഷേത്രങ്ങളുടെ അടുത്തായിട്ട് നമ്മൾ കാണുന്ന ഗ്രാമങ്ങൾ, അഗ്രഹാരങ്ങൾ, ഇതൊക്കെ തന്നെ ഇതിൻ്റെ തന്നെ വേറൊരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു ഗൃഹത്തിൻ്റെ 4 നടകളിലും ദർശനത്തിൽ 4 വഴികൾ ഉണ്ടാവുകയും ഇപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ടുള്ളൊരു ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ നേരെ നടയിലൊരു വഴി, ആ വഴിയുടെ 2 വശങ്ങളിലുമായിട്ട് തെക്കോട്ടോ വടക്കോട്ടോ മുഖമായിട്ടുള്ള ചേർന്നുള്ള വീടുകൾ, റോ ഹൗസസ്. അപ്പോൾ ഈ റോ ഹൗസസ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ തന്നെ കോമൺ ആയിട്ടുള്ള ഭിത്തികളാണ്, കോമൺ ആയിട്ടുള്ള മേൽപ്പുര, റൂഫാണ്. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ള അഗ്രഹാര രീതി എന്ന് പറയുന്നതാണ് പൊതുവെ ഫ്ലാറ്റുകളുടെ വാസ്തുശാസ്ത്ര നിയമങ്ങൾക്ക് പാലിക്കപ്പെടേണ്ടത്. അപ്പോൾ ഫ്ലാറ്റ് എന്ന് പറയുന്ന ഗൃഹമായാലും വാസ്തു അനുസരിച്ച് അതിൽ പാലിക്കേണ്ടതായ തത്വങ്ങളെയും വിധികളെയും ഉൾക്കൊള്ളിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഒരു വില്ല അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ വീട് പോലെ അതിന് കൂടുതലായ ഇൻഡിവിജ്വൽ വീടിന് എത്രയൊക്കെ വാസ്തു അനുസരിച്ചുള്ള നിയമങ്ങളും തത്വങ്ങളും പാലിക്കേണ്ടതുണ്ടോ അതിൻ്റെ ഒരു പകുതി, അതിൽ നിന്ന് കുറഞ്ഞ അളവ്, കുറഞ്ഞ ഒരു രീതിയിൽ മാത്രമേ തത്വങ്ങളും വിധികളും ഒരു ഫ്ലാറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ശാസ്ത്രമനുസരിച്ചുള്ള അതിൻ്റെ ഒരു നമ്മൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫ്ലാറ്റിനെ ഒരു ദീർഘചതുരമോ സമചതുരമോ ആയിട്ടുള്ളൊരു പ്ലാനായിട്ട് കണക്കാക്കിയാൽ അതിൽ അടുക്കളയുടെ സ്ഥാനം വടക്കോ കിഴക്കോ വശങ്ങളിൽ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യേണ്ടത് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞു നിന്ന് ചെയ്യേണ്ടതാണ്. കിടപ്പുമുറികളുടെ സ്ഥാനങ്ങൾ ഏത് കോണുകളിൽ വന്നാലും ദോഷകരമല്ല. ടോയ്ലറ്റുകളുടെ സ്ഥാനങ്ങളായാലും വലിയ ദോഷമില്ലാതെ തന്നെ അതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ദിശ, ഓറിയൻറ്റേഷൻ ഓഫ് എ ഫുൾ ഫ്ലാറ്റ് എന്ന് പറയുന്നത്, ദിശ എന്ന് പറയുന്നത് കോമ്പസ് വെച്ച് പരിശോധിക്കുമ്പോൾ വരുന്നതായിട്ടുള്ള ട്രൂ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ട്രൂ നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്ന് പറയുന്ന ദിശകൾക്ക് കൃത്യമായിട്ടുള്ള അനുകൂലമായിരിക്കണം. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ദിശയിൽ നിന്ന് 15 ഡിഗ്രിയുടെ ചെരിവിന് അകത്ത് വരേണ്ടതും അനിവാര്യമാണ്. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് തിരഞ്ഞെടുക്കുമ്പോഴും വളരെ ബേസിക്കായിട്ട് വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന തത്വങ്ങളെ പാലിച്ചു കൊണ്ടെടുത്താൽ അത് നമുക്ക് കൂടുതൽ ഗുണം തരുന്നതും ഉയർച്ചയുണ്ടാക്കി തരുന്നതും നമുക്ക് സമാധാനവും ആരോഗ്യവും തരുന്നതുമായിട്ടുള്ള ഫ്ലാറ്റുകളായി മാറട്ടെ എന്നുള്ളത് കൂടി ഇവിടെ നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നു. നമസ്കാരം.